നമസ്കാരം. പൂരാട നക്ഷത്രക്കാർക്ക് ശനി കണ്ടകശനിയായുള്ള കാലഘട്ടം തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കണ്ടകശനി കാലഘട്ടം നിങ്ങൾക്ക് കൂടുതൽ ദോഷാനുഭവങ്ങൾ ഇല്ലാതിരിക്കുന്നതിനായിട്ട് ചന്ദ്രദശാകാലം, രാഹുർദശാകാലം, ശനിദശാകാലമാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ കൂടുതൽ പരിഹാരങ്ങളും പൂജാകർമ്മങ്ങളും വിധി പോലുള്ള മന്ത്രജപങ്ങളും ഒക്കെ അനുഷ്ഠിക്കാം. പൂരാട നക്ഷത്രം, ഭരണി നക്ഷത്രം, പൂരം നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. മറ്റ് പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. ശുക്രപ്രീതികരങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ പതിവായി അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. മഹാലക്ഷ്മി ഭജിക്കുക, അന്നപൂർണേശ്വരിയെ ഭജിക്കുക. അതോടൊപ്പം തന്നെ സവിശേഷ പ്രാധാന്യത്തോടുകൂടി അതേ ദിവസം പക്കപ്പിറന്നാൾ ദിവസം വ്രതം നോറ്റുകൊണ്ട് ഒരിക്കലും ഉണെങ്കിലും ചെയ്തുകൊണ്ട് നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ജന്മനക്ഷത്രം തോറും വീട്ടിൽ തന്നെ ലക്ഷ്മി പൂജ നടത്തുന്നത് നന്നായിരിക്കും. വിഷ്ണു ക്ഷേത്ര ദർശനം, വിഷ്ണു സഹസ്രനാമജപം എന്നിവ ഉത്തമമാണ്. വ്യാഴാഴ്ചയും അതുപോലെ തന്നെ പൂരാട നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം വിഷ്ണു പൂജ നടത്തുക, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ജലം അഥവാ അപസ്സാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത. പൂരാട നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് ജലം അഥവാ അപസ്സാണ്, അപസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓം അദ്രഭ്യോ നമ എന്ന മന്ത്രം 1008 ജപിക്കുക. ഓം അദ്രഭ്യോ നമ.